നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ വൈകുന്നേരത്തോടുകൂടി സിംഗപ്പൂരിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് പാർലമെന്റ് ഹൌസിൽ ഔദ്യോഗിക സ്വീകരണം നൽകും. സ്വീകരണ പരിപാടിക്ക് ശേഷം മോദി സിംഗപ്പൂർ പ്രസിഡന്റ് തമാൻ ഷൺമുഖരത്നവുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തെ 3 തലമുറ നേതാക്കൾ അദ്ദേഹത്തെ സന്ദർശിക്കും. നേരത്തെ മോദി സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ഇന്ത്യയിലേക്കുള്ള നിക്ഷേപ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിംഗപ്പൂരിലെത്തിയത്. ഇന്നലെ സിംഗപ്പൂരിലെത്തിയ പ്രധാനമന്ത്രിക്ക് രാജ്യത്തെ ഇന്ത്യൻ സമൂഹം വൻ വരവേൽപ്പായിരുന്നു ഒരുക്കിയത്. മോദിയുടെ സന്ദർശനത്തിന് തൊട്ടു മുൻപായി ഇന്ത്യയിലെ നിക്ഷേപം 2 ഇരട്ടിയായി വർദ്ധിപ്പിക്കുമെന്ന് സിംഗപ്പൂരിലെ പ്രമുഖ കമ്പനിയായ ക്യാപിറ്റലാറ്റിൻ പ്രഖ്യാപിച്ചിരുന്നു. സിംഗപ്പൂരിൽ ഇത് 5ാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തുന്നത്. ബ്രൂണൈ സുൽത്താനുമായുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷമാണ് മോദി സിംഗപ്പൂരിൽ എത്തിയത്. സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് ഇക്കുറി മോദി സിംഗപ്പൂരിലെത്തുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ലോകരാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലെല്ലാം മോദിയുമായി വിമാനം ഇറങ്ങിയിരുന്നു. സഞ്ചാരപ്രിയൻ എന്ന വിളിപ്പേർ കോവിഡ് ഏൽപ്പിച്ച ഇടവേള മേയിച്ചുവെങ്കിലും വീണ്ടും വിദേശയാത്രകളിൽ എത്തുകയാണ് മോദി. പക്ഷേ വിദേശയാത്രകൾ അങ്ങനെ ഒന്നും തന്നെ വെറുതെയാകുന്നില്ല എന്നതാണ് മറ്റൊരു വാസ്തവം. സിംഗപ്പൂരും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ പരിശോധിച്ചാൽ അതിന്റെ വ്യക്തമായ കാഴ്ചപ്പാട് കാണാൻ സാധിക്കും. സിംഗപ്പൂരുമായി മാത്രമല്ല മറ്റ് ലോകരാജ്യങ്ങളുമായി തന്നെ ഇന്ത്യയ്ക്കുള്ള ഒരു ബന്ധം അത് എത്രത്തോളം വലുതാണെന്ന് വ്യക്തമാണ്. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് കേവലം 3 മാസമാകുമ്പോൾ 4ാമത്തെ വിദേശ യാത്രയ്ക്കാണ് സെപ്റ്റംബർ 3-ന് മോദി തുടക്കമിട്ടത്. ഈ 4 യാത്രകളുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിച്ചേർന്നത് 7 രാജ്യങ്ങളിലേക്കാണ് എന്നതും പ്രത്യേകതയാണ്. ദശാബ്ദങ്ങളായി ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ എത്താൻ മറന്ന അല്ലെങ്കിൽ പ്രാധാന്യം നൽകാതിരുന്ന ചെറു രാജ്യങ്ങൾക്ക് പോലും യാത്രകളിൽ മോദി പ്രാധാന്യം നൽകുന്നതാണ് എടുത്തു പറയേണ്ടത്. തെക്കുകിഴക്കൻ ഏഷ്യയിലെ 2 കുഞ്ഞു രാജ്യങ്ങളിലേക്കാണ് പ്രധാനമന്ത്രി 4ാം യാത്ര പുറപ്പെട്ടത്. എന്നാലും ഈ യാത്രകൾ കൊണ്ട് ഇന്ത്യക്ക് വരാൻ പോകുന്ന ഒരു വിജയം അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാകുന്ന ഒരു കാഴ്ചപ്പാട് തന്നെയാണുള്ളത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യാത്ര വിജയകരമായി തുടരുകയാണ്. എന്തായാലും മറ്റ് രാജ്യങ്ങളുമായി തന്നെ കൂടിക്കാഴ്ചകളൊക്കെ നടത്തുന്നുണ്ട്. മറ്റ് റിപ്പോർട്ടുകളുമൊക്കെ തന്നെ പുറത്തു വരികയാണ്.